എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് ഉപരിക്കുന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഉപരിക്കുന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് പൊങ്കാല മഹോത്സവമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പൊങ്കാലയെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ഒരു അമ്മയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. അമ്മേ, ഇവിടുത്തെ ഇന്ന് നടത്തപ്പെടുന്ന പൊങ്കാലയുടെ പ്രാധാന്യം ഒന്ന് പറയാം അമ്മേ. ഉറക്കെ പറയണം. ആ ആ സൂര്യദേവനെ ആയിരിക്കും പിന്നെ നമ്മൾ ആദ്യമായിട്ട് സങ്കല്പിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ഇവിടെ നേരത്തെ പൊങ്കാല ഇല്ലായിരുന്നു. 4 വർഷം കൊണ്ട് പൊങ്കാല നടത്തുന്നുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസം. 4 വർഷം കൊണ്ട് പൊങ്കാല നടത്തുന്നുണ്ട്. വിഷ്ണു ഭഗവാനുള്ളതാണ്. പാൽപ്പായസ പൊങ്കാലയാണ്. വിഷ്ണുവിന് പ്രാധാന്യമാണ്. ഈ ഉപരിക്കുന്ന് അമ്പലത്തിൻ്റെ എന്തെങ്കിലും ഒരു ഐതിഹ്യം ഒന്ന് പറയാമോ? ഉറക്കെ പറയണേ. ഉപരീതര മഹർഷിയുടെ ഉറക്കെ പറയാൻ എന്താ ഒന്ന് കേട്ടില്ല. ഉറക്കെ പറ. ഇവിടെ സങ്കല്പിച്ചിരുത്തിട്ടുണ്ടോ? ആ മരം അല്ലേ? അദ്ദേഹത്തിന് പ്രത്യേക പൂജാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടോ? നെയ്വിളക്ക് മാത്രമേ കത്തിക്കുന്നുള്ളൂ. നെയ്വിളക്ക് കത്തിക്കുന്നുള്ളൂ. അമ്മയുടെ പേരെന്താ? ഇത് കല്ലട, പടിഞ്ഞാറേ കല്ലട. അങ്ങനെ ഭഗവാന്റെ നിറചൈതന്യമുള്ള മണ്ണിൽ ഉറക്കെ പറയണേ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഭക്തവത്സല എന്ത് കാര്യം ചെയ്താലും ആ കാര്യം ഇവിടുത്തെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ട വഴിപാട് ഏതാണ്? പാൽപ്പായസം തന്നെയാണ്. ഉണ്ണിക്കണ്ണൻ അതാണ്. ഉണ്ണിയപ്പം എല്ലാം പിന്നെ രാവിലെ ഉഷപൂജയ്ക്ക് മലരും നിവേദ്യം നടക്കും. പിന്നെ മകരമാസത്തിലെ തിരുവോണത്തിന് ദിവസം 8 ദിവസമുണ്ട്. മുടി വന്നതിന് ശേഷം 8 ദിവസം. പിന്നെ ചിങ്ങമാസത്തിലെ സപ്താഹം ചിങ്ങമാസത്തിൽ 7 ദിവസം. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നവമിയുണ്ട്. ഉറക്കെ പറയണേ. നവരാത്രിയുടെ പൂജകൾ നടക്കും. ഗണപതി ഭഗവാന് ഗണപതി ഉത്സവത്തിൻ്റെ പരിപാടിക്കുണ്ട്. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അതിനെല്ലാം സരസ്വതി പൂജ. അതിന് ഇവിടെ മഹാവിഷ്ണു എന്ന് പറയുന്നത് മഹാവിഷ്ണു മാത്രമല്ല, മഹാവിഷ്ണു ഏതാ പൂർണ്ണാവതാരോ? ലക്ഷ്മി മഹാലക്ഷ്മി ചേർന്നിട്ടുള്ള. ഇത് പണ്ട് രാജാക്കന്മാരുടെ സമയത്തെ ഉള്ള അമ്പലമാണ്. അത് കണ്ടാലറിയാം. പുരാന അമ്പലമാണ്. ഇവിടെ കുറേ നാള് ഭക്തരില്ലായിരുന്നെങ്കിലും ഇപ്പം ഇഷ്ടംപോലെ ഭക്തരാണ് വരുന്നത്. ഇപ്പം പിന്നെ ഉത്സവങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാം ഈ ദേശത്തിൻ്റെ സേവനമായിട്ടാണ് ഇത്. ഇതിവിടെ പോയി
വിഷയം പറയണം. ഏത് യാത്ര കൊണ്ട് പറയുന്നത്